ഒരു നാട് ഉത്സവമായി ഏറ്റെടുത്ത കാഴ്ചയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒട്ടും അതിശയോക്തിയില്ലാതെ എത്ര സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ ഈ നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഒരുപാട് പഴയ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. സൂപ്രണ്ടന്മാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് ഈ ആശുപത്രിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ ഇതിന് തൊട്ടു മുമ്പ് പ്രവർത്തിച്ച സൂപ്രണ്ട് ഡോക്ടർ അലി എന്നെയും ഞങ്ങൾ അവിടെ നിന്ന് 2-3 പേരെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് ഒരു വാട്സപ്പ് കൊണ്ട് കാണിച്ചൊരു സന്ദേശം. അതിൽ ചോദിച്ചിരിക്കുകയാണ്, ഡോക്ടറെ ഈ കെട്ടിടം എന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന വിഷ്വൽ വല്ല നിർമ്മിത ബുദ്ധിയാണോ വല്ലമാണോ അതോ ഇത് ശരിക്കും ഒരു സർക്കാർ ആശുപത്രിയാണോ എന്ന് അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് സന്ദേശം ഒരു ഡോക്ടർ അയച്ചത് അദ്ദേഹം കാണിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കൂത്തുപറമ്പ് ആശുപത്രി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പറയുകയുണ്ടായി, ഇവിടെ ഇന്ന് ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളോടും കൂടിയാണ്. ദുബായിന്റെ ഫണ്ട് കൂടാതെ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി ബഹുമാനായിട്ടുള്ള ശൈലജയുടെയുണ്ട്. ടീച്ചറിന്റെ കാലത്താണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ട് ഇതിന് ഫർണിച്ചർ മറ്റ് എക്യുപ്മെന്റ്സും അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അവലോകനങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞാൻ ഓർക്കുന്നത് ഇതിന്റെ നിർമ്മാണം നടക്കുന്ന വേളയിൽ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ പഴയ ആശുപത്രിയിൽ നിന്ന് ക്യൂ നീങ്ങും 500-600 ആളുകളിലധികം അമ്മമാരും ഉമ്മമാരും കുഞ്ഞുങ്ങളും പ്രായമുള്ള അച്ഛന്മാരും ഒക്കെ തന്നെ ആ വെയിലത്ത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഇന്ന് നോക്കൂ, അതിമനോഹരമായി ശീതീകരിച്ച മുറിയിൽ നല്ല ഇരിപ്പിടങ്ങളോടെ OP മുറികൾ സജ്ജമാക്കിക്കൊണ്ട് നമ്മുടെ ആശുപത്രിയെ ജനസൗഹൃദവും ജനകീയവും രോഗി സൗഹൃദവുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ആർദ്രത്തിന്റെ ലക്ഷ്യം. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പറയുകയുണ്ടായി, ആധുനികമായിട്ടുള്ള ക്യാൻസർ രോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാമോഗ്രാം നമ്മളിവിടെ സ്ഥാപിച്ചു. ഈ 9 വർഷ കാലയളവിലാണ് മുൻപ് മെഡിക്കൽ കോളേജിലും ക്യാൻസർ സെന്ററുകളിലും മാത്രമേ ക്യാൻസർ ചികിത്സ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ക്യാൻസർ ചികിത്സ നമ്മൾ വികേന്ദ്രീകരിച്ചു. എന്തിനാണ് വികേന്ദ്രീകരിച്ചത്? സാമ്പത്തിക പ്രതിസന്ധി ആളുകൾക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് ക്യാൻസർ ചികിത്സ എത്തിക്കുന്ന സംവിധാനം ഒരുക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.